ലോകം ഒരിക്കൽ കൂടി ലിയോ മെസ്സിയുടെ മാജിക് കണ്ട രാത്രി. 38-കാരൻ്റെ ഇരട്ട ഗോൾ മികവിൽ ഓസ്ട്രിയയെ തകർത്തെറിഞ്ഞുകൊണ്ട് വീണ്ടും വേൾഡ് കപ്പിലെ തുടർച്ചയായ 2ാം വിജയവും സ്വന്തമാക്കാൻ അർജന്റീനയ്ക്ക് സാധിച്ചിരുന്നു. കടുപ്പമേറിയ മത്സരമായിരിക്കുമെന്ന് മത്സരത്തിന് മുന്നേ തന്നെ ഫുട്ബോൾ പണ്ഡിറ്റുകൾ നിരീക്ഷിച്ചതാണ്. മത്സരത്തിൽ ആര് മധ്യനിര കൈയടക്കുന്നുവോ അവർക്ക് മത്സരം ഏറ്റെടുക്കാമെന്ന് പലരും പറഞ്ഞതാണ്. മത്സരത്തിന് മുന്നേ തന്നെ ഓസ്ട്രിയ താരങ്ങളും പരിശീലകനുമെല്ലാം വെല്ലുവിളി നടത്തുന്നുണ്ട്. മത്സരത്തിന് മുന്നേ ഓസ്ട്രിയൻ കോച്ച് റാൾഫ് റാഗ്നിക്കിൻ്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ലോകത്തിലെ ഏറ്റവും മികച്ചവൻ അവരുടെ കൂടെയുണ്ടെന്നത് ഞങ്ങൾക്കറിയാം, പക്ഷേ മത്സരം ഞങ്ങളായിരിക്കും ജയിക്കുക. മത്സരം ഒരു ടീമായിട്ടാണല്ലോ കളിക്കുന്നത്, അതുകൊണ്ട് ഈ മത്സരം ഞങ്ങളെ ജയിക്കൂ. പക്ഷേ മത്സരശേഷം അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ എല്ലാം മെസ്സിയെക്കുറിച്ചായിരുന്നു, മെസ്സിയുടെ പ്രകടനത്തെക്കുറിച്ചായിരുന്നു. കാരണം ഓസ്ട്രിയയെയും അർജന്റീനയെയും വ്യത്യസ്തരാക്കിയത് ആ 10ാം നമ്പറുകാരനാണ്. അയാളുടെ മാജിക്കിൽ ഓസ്ട്രിയയെ തീർത്ത അർജന്റീന. മത്സരശേഷം ഓസ്ട്രിയ പരിശീലകനായ റാൾഫ് റാഗ്നിക്കിൻ്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ഒരു 39-കാരൻ്റെ അഴിഞ്ഞാട്ടമാണ് നമ്മൾ ഇന്ന് കണ്ടത്. ആദ്യ മത്സരത്തിൽ ഹാട്രിക്കുമായി കളം നിറയുന്നു. ഈ മത്സരത്തിൽ 2 ഗോളുകൾ. താൻ തന്നെയാണ് മെസ്സി എന്ന് വീണ്ടും വീണ്ടും മെസ്സി തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. മറ്റുള്ള താരങ്ങളിൽ നിന്നെല്ലാം അദ്ദേഹം വ്യത്യസ്തനാണ്. ശരിക്കും മെസ്സി എന്നെ ആശ്ചര്യപ്പെടുത്തി. മെസ്സി ഇന്ന് 2 ഗോളുകൾ നേടിയിരുന്നു. ആ 2 ഗോളുകൾ നേടാൻ മെസ്സിക്ക് അധിക അവസരങ്ങളൊന്നും വേണ്ട. കിട്ടിയ കുറഞ്ഞ അവസരത്തിൽ അയാൾ 2 ഗോളുകളും സ്കോർ ചെയ്തു. മെസ്സിയുടെ പ്രകടനം ആശ്ചര്യത്തോടെ നോക്കിക്കാണുകയാണ് ഓസ്ട്രിയൻ കോച്ചായ റാൾഫ് റാഗ്നിക്. മത്സരത്തിന് മുന്നേയുള്ള വെല്ലുവിളികളിൽ മെസ്സി ഉണ്ടെന്നറിഞ്ഞിട്ടും അയാൾ ഓസ്ട്രിയയുടെ വിജയം സ്വപ്നം കാണുകയായിരുന്നു. എന്നാൽ ഓസ്ട്രിയൻ കോച്ചായ റാൾഫ് റാഗ്നിക്കിന് തെറ്റി. മെസ്സിയുടെ മാജിക്കിൽ അർജന്റീന ഓസ്ട്രിയയെ തകർത്തിരിക്കുന്നു. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വേൾഡ് കപ്പ് വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകളുമായി ഇനിയും കാണാം.